നമസ്കാരം, പ്രസ് ലൈവ് ന്യൂസിലേക്ക് സ്വാഗതം. രമേശ് ചെന്നിത്തല MLA ആയ ഹരിപ്പാട് നിയമസഭാ മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി KC വേണുഗോപാലിനെ കോൺഗ്രസിലെ ഒരു വിഭാഗം കാലുവാരിയെന്ന് സംശയമുയരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ട് കണക്ക് പുറത്തുവന്നപ്പോൾ മുതൽ കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ പോലും ചർച്ച ഇതുതന്നെയാണ്. ചെന്നിത്തല 13 വർഷമായി പ്രതിനിധീകരിക്കുന്ന ഹരിപ്പാട് KC വേണുഗോപാലിന് ലഭിച്ച ഭൂരിപക്ഷം വെറും 1345 വോട്ട് മാത്രമാണ്. ഇതാണ് KC വേണുഗോപാലിനെ കാലുവാരാൻ ചെന്നിത്തലയും അദ്ദേഹത്തിന്റെ ഗ്രൂപ്പും ശ്രമിച്ചോ എന്ന സംശയം ഉയരാൻ കാരണം. ഹരിപ്പാട് നിയമസഭാ മണ്ഡലത്തിലെ 182 ബൂത്തുകളിൽ 89 ബൂത്തിൽ BJP സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനാണ് ലീഡ് ചെയ്തത്. ആറാട്ടുപുഴ, തൃക്കുന്നപ്പുഴ പഞ്ചായത്തുകളുടെ കരുത്തിലാണ് KC വേണുഗോപാൽ കഷ്ടിച്ച് 1345 വോട്ടിന്റെ ഭൂരിപക്ഷം നേടിയത്. തൊട്ടുപിന്നിൽ രണ്ടാമതെത്തിയത് ശോഭാ സുരേന്ദ്രനും. ഈ പഞ്ചായത്തുകൾ തുണച്ചില്ലായിരുന്നെങ്കിൽ KC വേണുഗോപാൽ ഹരിപ്പാട് BJPക്ക് പിന്നിൽ ആകുമായിരുന്നു. കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ ലീഡ് ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഹരിപ്പാട് മണ്ഡലത്തിൽ 500ഓളം വോട്ടുകൾക്ക് ശോഭാ സുരേന്ദ്രനായിരുന്നു മുന്നിൽ. നായർ ഭൂരിപക്ഷ മേഖലയാണ് ഹരിപ്പാട് മുനിസിപ്പാലിറ്റി. നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ രമേശ് ചെന്നിത്തലയ്ക്ക് വൻ ഭൂരിപക്ഷം നേടിക്കൊടുക്കുന്ന മേഖലയാണിത്. എന്നിട്ടും ഈ പ്രദേശത്ത് KC വേണുഗോപാൽ പിന്നിൽ പോയി. രമേശ് ചെന്നിത്തലയ്ക്ക് വോട്ടുള്ള ബൂത്തിലും KC വേണുഗോപാൽ പിന്നിലാണ്. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ B ബാബു പ്രസാദിന്റെ പഞ്ചായത്തായ മുതുകുളത്തും BJPക്കാണ് ലീഡ്. എന്നാൽ ഹരിപ്പാട് മണ്ഡലത്തിലെ വോട്ടറായ KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം M ലിജുവിന്റെ ബൂത്തിൽ 20 വോട്ടുകൾക്ക് KC വേണുഗോപാൽ ലീഡ് ചെയ്തു. ഹരിപ്പാട് മുനിസിപ്പാലിറ്റിയോട് ചേർന്നാണ് M ലിജു താമസിക്കുന്നതെങ്കിലും ആ പ്രദേശം ചെറുതന പഞ്ചായത്തിലാണ്. ഇടത് തരംഗം നിലനിന്ന കാലത്ത് രമേശ് ചെന്നിത്തലയ്ക്ക് നിയമസഭയിലേക്ക് കിട്ടിയതിനെ അപേക്ഷിച്ച് 66% വോട്ട് മാത്രമാണ് UDF സ്ഥാനാർത്ഥി KC വേണുഗോപാലിന് ലഭിച്ചത്. വരും ദിവസങ്ങളിൽ ആലപ്പുഴ DCCയും ഹരിപ്പാട് ബ്ലോക്ക് കമ്മിറ്റികളും ഇതിന് ഉത്തരം പറയേണ്ടി വരും. ഇതാണ് കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് വോട്ട് ചോർച്ച ഉണ്ടായെന്ന സംശയം ശക്തമാകാൻ കാരണം.